ഹായ്, ഇന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ത്രെഡ് എടുത്തിരിക്കുന്നത് 3 ലെയറിലാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. താഴത്തെ ലൈനിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി ഏറ്റവും മുകളിലത്തെ ലൈനിലേക്ക് നീഡിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലോങ് സ്റ്റിച്ച് കിട്ടും. ലോങ് സ്റ്റിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഷോർട്ട് സ്റ്റിച്ചാണ്. അതിനായിട്ട് നമ്മൾ നീഡിൽ ഉയർത്തേണ്ടത് താഴത്തെ ലൈനിലാണ്. അതിനുശേഷം നീഡിൽ ഇറക്കി കൊടുക്കേണ്ടത് നമ്മുടെ സെൻറ്ററിൽ വരച്ച ലൈനില്ലേ, ആ ഒരു ലൈനിലോട്ടാണ് നീഡിൽ ഇറക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് സ്റ്റിച്ച് കൂടെ കിട്ടും. ഇതായിപ്പോൾ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതിന് ലോങ് സ്റ്റിച്ചാണ്. താഴത്തെ ലൈനിലേക്ക് നീഡിൽ ഉയർത്തി കൊടുത്തതിന് ശേഷം മുകളിലത്തെ ലൈനിൽ നീഡിൽ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഒരു ലോങ് സ്റ്റിച്ച് കിട്ടും. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. നമ്മുടെ സ്റ്റിച്ചിൻ്റെ പേര് പോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്നാണല്ലോ പേര്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ലോങ് സ്റ്റിച്ച്, അതിനുശേഷം ഷോർട്ട്, പിന്നെ ലോങ്, പിന്നെ ഷോർട്ട്, അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. ഇനി നമുക്ക് കിട്ടുന്നത് ഷോർട്ട് സ്റ്റിച്ചാണ്. ഷോർട്ട് സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്റർ ലൈനിലേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കാം. മുകളിലായിട്ട് നീഡിൽ ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഗ്യാപ്പ് വേണ്ട, ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് വേണം നീഡിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ബോർഡിൽ ലൈന് മാർക്ക് ചെയ്ത് അത്രയും ഭാഗത്ത് നമുക്കിതേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.